ഇത്രയും അനുഭവിച്ചിട്ട് ഒരു വാക്ക് എന്നോട് എൻ്റെ മോള് പറഞ്ഞില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിന് അതിന് പരിഹാരം കണ്ടേനെ. പക്ഷേ ഇപ്പം എൻ്റെ സംശയം, അവൻ ഈ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇത്രയും റെക്കോർഡുകളുണ്ടെന്ന് ഫേസ്ബുക്ക് വഴിയായി ഞാനും അറിയുന്ന മോളെ. അതെങ്ങാണോ എൻ്റെ നാട്ടിൽ കൊണ്ടുവരുമെന്ന് പേടിച്ചിട്ടാണ് അവൻ എൻ്റെ കുഞ്ഞിനെ നാട്ടിൽ വിടാഞ്ഞത്. അതെനിക്ക് ബലമായ സംശയമുണ്ട് മോളെ, ബലമായ സംശയമുണ്ട്. ഒരു കാരണവശാലും അവൻ എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ വിട്ടുകൊടുക്കരുത്, എനിക്ക് തന്നെ കിട്ടണം. അവൻ്റെ പെങ്ങളും അച്ഛനും കൂടാണ് ഈ ക്രൂരത ഇത്രയും ചെയ്തത്. എന്നിട്ട് എൻ്റെ മോള് അവരോട് യാചിച്ച് എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതാ, ഞാനും എൻ്റെ കുഞ്ഞും കൂടെ സ്വന്തമായിട്ട് ജീവിച്ചോട്ടെ, സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, നിങ്ങൾ മുതൽ വേണമെങ്കിൽ എടുത്തോ, എനിക്കെൻ്റെ ഭർത്താവും കുഞ്ഞും മതി, ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിയിരുന്ന് അവളെ നാത്തൂൻ്റെ ഭർത്താവിന് വരെ അവൾ മെസ്സേജ് അയച്ച്. ഒരു വീക്കെൻഡിൽ പോലും എൻ്റെ മോളെ കൂടെ ഭർത്താവും കുഞ്ഞും ഇരിക്കാൻ അവൾ അനുവദിച്ചില്ല. അന്നേരം എല്ലാം അവളങ്ങ് വിളിച്ചിട്ട് അവർ തമ്മി ടൂർ പോവും, കറങ്ങാൻ പോവും, ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കും. എൻ്റെ കുഞ്ഞിനെയും അവരെ ഫ്ലാറ്റിലിട്ടിട്ട് അതിന് അച്ഛനും പെങ്ങളും കൂട്ട്. പെങ്ങളെ വീട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത്.